ഓണം ആഘോഷിക്കരുത് എന്ന് ആരാണ് പറഞ്ഞത്? എന്തിനാണ് അങ്ങനെ വെറുതെ പറഞ്ഞൊരു കുഴപ്പമുണ്ടാക്കുന്നത്? ഓണം ആഘോഷിക്കേണ്ടതാണ്. ആഘോഷിക്കേണ്ടവർ നിർബന്ധമായും ഓണം ആഘോഷിക്കട്ടെ. അപ്പോൾ മുസ്ലിമീങ്ങളായ നമ്മൾ അതിൽ പങ്കെടുക്കണോ? ഒരു സദ്യ കഴിക്കാൻ വേണ്ടി വിളിച്ചാൽ പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അതിൻ്റെ പേരിൽ സ്നേഹവും സൗഹാർദ്ദവും പങ്കിടുന്നതും ഒരു തടസ്സവുമില്ല. പിന്നെ എന്താണ് പ്രശ്നം? അവരുടെ ആരാധന കർമ്മങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ നമ്മൾ പോയി തലയിടുന്നതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ പെരുന്നാൾ വരുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അയൽവാസികളായ ഇതര മതസ്ഥർ പലപ്പോഴും വരികയും ഭക്ഷണങ്ങൾ കഴിക്കുകയും വന്നിട്ടില്ല എങ്കിൽ അവരുടെ വീട്ടിലേക്ക് നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട്, സൗഹാർദ്ദം പങ്കിടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ന് കരുതി പെരുന്നാളിന് അവർ പള്ളിയിലേക്ക് വരാറില്ല. എന്നതുപോലെ ഓണസദ്യ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. സൗഹാർദ്ദം പങ്കിടുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അവരുടെ ആരാധന കർമ്മങ്ങൾ അത് നമ്മളല്ല ചെയ്യേണ്ടത്. അതിൽ നമ്മൾ പങ്കാളികൾ ആകേണ്ട ആവശ്യമേ ഇല്ല. അതവർ കൃത്യമായി ചെയ്തു കൊള്ളട്ടെ. ഇനി ഓണത്തിൻ്റെ പേരിൽ നടക്കുന്ന ഡാൻസ് ആണെങ്കിലും അതുപോലെയുള്ള ആൺ പെൺ ഇടകലർച്ചയുള്ള പ്രവർത്തനമാണെങ്കിൽ അത് ഒരിക്കലും അനുവദനീയമല്ല. അത് ഓണത്തിൻ്റെ പേരാണെങ്കിലും ഈദിൻ്റെ പേരിലാണെങ്കിലും നബിദിനത്തിൻ്റെ പേരിലാണെങ്കിലും മുഴുവനും തെറ്റ് തന്നെയാണ്. ഇസ്ലാം ഹറാമാക്കിയത് ഒരിക്കലും ഹലാലാകുന്നില്ല.